നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. മഴ, വെള്ളക്കെട്ട്, മാരകമായ കുഴികൾ, അപകടം, ലോറി ബ്രേക്ക് ഡൗൺ. അരൂർ ക്ഷേത്രം ബൈപ്പാസ്, കവല, അരൂക്കുറ്റി, ചന്തിരൂർ പ്രദേശങ്ങളിൽ ഇന്ന് സെപ്റ്റംബർ 10 ചൊവ്വാഴ്ച രാവിലെ വൻ ഗതാഗതക്കുരുക്ക് പ്രകടമാണ്. വിദ്യാലയങ്ങളിലേക്കും തൊഴിലിടങ്ങളിലേക്കും പോകാനിറങ്ങിയവർ പെരുവഴിയിലാണ്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം മൂലം അപകടങ്ങളും ഗതാഗതക്കുരുക്കും വീണ്ടും പെരുകുകയാണ്. ഇന്ന് വെളുപ്പിനെ അരൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ RB എന്ന കമ്പനിയിലേക്ക് വിറകുകളും തടിക്കഷ്ണങ്ങളുമായി പോവുകയായിരുന്ന ലോറി അരൂർ റെസിഡൻസി ഹോട്ടലിന് മുന്നിൽ ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മറിഞ്ഞതും അരൂർ ക്ഷേത്രം കവലയിൽ ദേശീയപാതയുടെ വടക്കു കിഴക്കേ അരികിൽ ചരക്ക് ലോറി ബ്രേക്ക് ഡൗൺ ആയതുമാണ് രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് കാരണമായത്. അരൂർ ക്ഷേത്രം കവലയിൽ നിന്ന് അരൂർ ബൈപ്പാസ് കവലയിലേക്ക് 5 മിനിറ്റ് കൊണ്ടെത്താവുന്ന ദൂരം നിലവിൽ അരമണിക്കൂറിലധികം എടുക്കുന്നുണ്ട്. ആംബുലൻസിന് പോലും നീങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാണുന്നത്. ഈയിടെ റാന്നിയിൽ നിന്ന് അരൂർ വ്യവസായ മേഖലയിലേക്ക് പോയ മറ്റൊരു ലോറി അപകടത്തിൽപ്പെട്ടിരുന്ന വാർത്ത ഈ ചാനൽ സംപ്രേഷണം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം അരൂർ ക്ഷേത്രം കവല മുതൽ അരൂർ പള്ളി വരെ വൻ കുഴികൾ രൂപപ്പെട്ടിരുന്നു. മഴ പെയ്ത് കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ആഴം തിരിച്ചറിയാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയാണ്. ഇതിനിടെ യാത്രാ ദുരിതങ്ങളുടെ പരിഹാരാർത്ഥം അരൂർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും നിർമ്മാണ കമ്പനി അധികൃതരുമായി സെപ്റ്റംബർ 9 തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ അരൂർ പഞ്ചായത്ത് ഹാളിൽ ചർച്ച നടത്തി. ജനങ്ങളുടെ രൂക്ഷമായ യാത്രാ പ്രശ്നത്തിന് സത്വര പരിഹാരം നിർമ്മാണ കമ്പനി കണ്ടില്ലെങ്കിൽ വൻ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണിയും വൈസ് പ്രസിഡന്റ് EE ഷാദും അംഗങ്ങളായ CK പുഷ്പനും ഇബ്രാഹിം കുട്ടിയും അടക്കമുള്ള പഞ്ചായത്ത് അംഗങ്ങൾ ഉയരപ്പാത നിർമ്മാണ കമ്പനിക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതെപ്പോഴും ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അത് വേണ്ടാന്ന് വേണ്ട നിങ്ങൾക്ക് കരാറിന് പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ ഉത്തരം പറയാൻ പറ്റാത്തവരെ ദയവ് ചെയ്ത് ഇനി അശോക കോൺട്രാക്ടേഴ്സിന്റെ പേരിൽ ഇങ്ങോട്ട് അയക്കരുതെന്ന് പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞുവെന്ന് നിങ്ങൾ അവിടെ പോയി പറയണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കരാറിൽ ഏർപ്പെടാനും പിന്നെ കമ്പനി നിയോഗിച്ചത് നിങ്ങളെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് വിടുന്ന കമ്പനിക്ക് നിങ്ങൾ ഏത് കപ്പാസിറ്റിയിലാണോ ഇങ്ങോട്ട് വരുന്നത്, ആ കപ്പാസിറ്റി നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ടിനി ഈ കമ്പനി ഞങ്ങൾ ചർച്ച വിളിക്കുമ്പോൾ ഞങ്ങൾ സാധാരണ സാറും സുരേഷ് എന്ന് പറഞ്ഞിട്ടല്ല കത്തയച്ചത്. അശോക ബിൽക്കോൺ എന്ന് പറയുന്ന കോൺട്രാക്ടേഴ്സിനെയും NH വരെയാണ് വിളിച്ചത്. NHന്റെ ഭാഗത്തുനിന്ന് ആരുമില്ല. നിങ്ങളുടെ ഭാഗത്തുനിന്ന് അറ്റ്ലീസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടായി എന്നത് മാത്രമാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് അതുമായി ബന്ധപ്പെട്ട് തോന്നുന്ന ഒരേ ഒരു പോസിറ്റീവായ കാര്യം. പക്ഷെ ആ പോസിറ്റീവിനപ്പുറം ഇവിടെ ജനങ്ങൾക്ക് ഒട്ടും നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നടക്കാനോ ഒരു വാഹനം ഉപയോഗിക്കാനോ ഒരു ഓട്ടോ വിളിച്ചാൽ ഇത് പഞ്ചായത്ത് വേണ്ടി വന്നില്ല. അപ്പോൾ ഇനി 2 സൊസൈറ്റികളുടെ ഒരു ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യാനുണ്ടായിരുന്നു. പഞ്ചായത്തിൽ 10 മണിക്ക് എത്തണം. ഒരു ഓട്ടോക്കാരൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് വിളിച്ചത് കൊണ്ട് വരില്ല. അതേപോലത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എൻ്റെ അവസ്ഥ അതാണെങ്കിൽ എൻ്റെ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ വണ്ടിക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ടും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായതുകൊണ്ടും അതും ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നടന്നു വരാൻ പറ്റും. നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണുന്നത് അന്യായ ബ്ലോക്കാണ്. സൈഡിൽ കൂടി ഒന്ന് നടന്നു പോകാമെന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും നടക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ചെടിയാണ്, കുണ്ടും കുഴിയുമാണ്. ഒരു തരത്തിൽ പ്രായമായവർ പോലും ഇങ്ങനെ പിടിക്കാൻ വഴിയും മരമൊന്നും ഇല്ലല്ലോ റോഡ് സൈഡിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ഈ അരൂരിലെ കൊച്ചുപള്ളി കർമ്മ മുതൽ നമ്മുടെ പള്ളി വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് ഇത്രയും മോശമായി നിങ്ങളുടെ ഒരു വർക്ക് സൈറ്റിൽ കിടക്കുന്നില്ല. അപ്പോൾ അതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇതിൻ്റെ ഉത്തരം നാളെ വൈകുന്നേരത്തിനകം പറയണമെന്നെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവിടെ പോയി പറയാനുള്ള ഉത്തരവാദിത്വം നിൽക്കുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്ത് വയ്ക്കും. ഇനി നമുക്ക് നീട്ടി നിൽക്കാനൊന്നും സമയമില്ല. ഇത് ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും. അതിന് ഒരു തർക്കവുമില്ല. ഇനി ഈ 20 ദിവസം എന്നൊക്കെ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് നടക്കാത്ത സ്വപ്നം പോലെയാണ് തോന്നുന്നത്. കാരണം ഈ കോൺട്രാക്ടേഴ്സുമായി നിങ്ങളുമായി ഞങ്ങൾ വെച്ച കരാറ്, ഒരു കരാറ് പോലും അതിൻ്റെ പേരിൽ പോലും നടപ്പാക്കപ്പെട്ടിട്ടില്ല. കമ്പനി അധികൃതരുടെ അനാസ്ഥയ്ക്കും അനങ്ങാപ്പാറ നയത്തിനുമെതിരെ പഞ്ചായത്ത് അംഗങ്ങൾ ഒന്നടങ്കം അപലപിച്ചു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ബെഥേൽ ചർച്ച് കുണ്ടന്നൂർ ഒരുക്കുന്ന സ്വർഗീയ സന്ദേശം 2024
സെപ്റ്റംബർ 12, 13, 14, 15 തീയതികളിൽ വൈകുന്നേരം 5:30 മുതൽ 9 മണി വരെ നടത്തപ്പെടുന്നു. പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിക്കും.